വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിട്ടുകൾ എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. എന്താ നമ്മൾ പഠിക്കാൻ പോണേ? റിട്ടുകളാണ് കേട്ടോ പഠിക്കാൻ പോണേ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു. രണ്ട് പ്രാവശ്യമായിട്ടാണ്, രണ്ട് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ അപ്ലോഡ് ചെയ്തത്. അപ്പൊ മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിക്കണ്ടോ, ഒപ്പം എന്തും പഠിക്കണം, റിട്ടുകളും കൂടെ പഠിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചപ്പോ മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, ഒരു പൗരന് 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ നമ്മൾക്ക് ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങള് എന്തെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായാല് അത് അസാധുവാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? കോടതികൾക്കുണ്ട്. അല്ലെങ്കിൽ അത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള, ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നതിനുള്ള അവകാശം ഇന്ത്യയിലെ കോടതികൾക്കുണ്ട്. ആർക്കൊക്കെ ഉണ്ട്? സുപ്രീം കോടതിക്കും ഉണ്ട്, ഹൈക്കോടതിക്കും ഉണ്ട്. അപ്പോ അങ്ങനെ ആ മൗലിക അവകാശം സംരക്ഷിച്ചു കിട്ടാൻ സുപ്രീം കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഇന്ത്യൻ പൗരന് 6 മൗലിക അവകാശമാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മൗലിക അവകാശങ്ങള് നമുക്ക് സ്ഥാപിച്ച് കിട്ടാത്ത സന്ദർഭങ്ങളിൽ എന്താണ്? നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. ആരെ സമീപിക്കാം? സുപ്രീം കോടതിയെ സമീപിക്കാം. അതുപോലെ തന്നെ ആരെ സമീപിക്കാം? ഹൈക്കോടതികളെ സമീപിക്കാം. നേരിട്ട് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും പോവാം. എനിക്ക് എൻ്റെ ഈ മൗലിക അവകാശം എന്ത് സ്ഥാപിച്ച് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് നേരിട്ട് പോയിട്ട് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. അപ്പൊ മൗലിക അവകാശങ്ങൾ ഞാൻ ആ കംപ്ലൈന്റ് കൊടുക്കണേ വെച്ചാൽ എനിക്ക് സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എന്തു പുറപ്പെടുവിക്കും? ഉത്തരവ് പുറപ്പെടുവിക്കും. ആ ഉത്തരവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. അങ്ങനെ സുപ്രീം കോടതിക്ക് ഇത്തരം റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32-ലും ഹൈക്കോടതിക്ക് പറയുന്നത് ആർട്ടിക്കിൾ 226-ലുമാണ്. അപ്പൊ ഒരു പൗരന്റെ മൗലിക അവകാശം എന്താണ്? ലംഘിക്കുകയാണെങ്കിൽ, ഒരു പൗരന് കിട്ടേണ്ട മൗലിക അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോ, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന എന്തിനെ? ഉത്തരവുകളെ ആണ്, ഉത്തരവുകളാണ് എന്തെന്ന് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് സുപ്രീം കോടതിയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളുമായിട്ട് മാത്രമാണ് സുപ്രീം കോടതിയിലേക്ക് നമുക്ക് നേരിട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് നമുക്ക് എവിടേക്ക് പോകാൻ പറ്റുക? സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റുക. അതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 32. എന്നാല് ഹൈക്കോടതിയിലേക്ക് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കും നമുക്ക് എവിടേക്ക് പോവാം? ഹൈക്കോടതിയിലേക്ക് പോവാം. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൊഴിൽ തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തൊഴിൽ തർക്കത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് അവിടേക്ക് പോകാൻ പറ്റില്ല, സുപ്രീം കോടതിയിലേക്ക് പോയി കേസ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഹൈക്കോടതിയിലേക്ക് കൊടുക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ളത് ഏത് ഹൈക്കോടതിക്കാണ്? അല്ല, ഏത് കോടതിക്കാണ്? വിശാലമായ റിട്ട് അധികാരം. വിശാലമായ റിട്ട് അധികാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിശാലമായ റിട്ട് അധികാരം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും എഴുതാൻ സാധ്യത എന്താണ്? സുപ്രീം കോടതിയാണ്. പക്ഷെ വിശാലമായ റിട്ട് അധികാരമുള്ള കോടതി ഹൈക്കോടതി. കാര്യം മനസ്സിലായല്ലോ? കാരണം സുപ്രീം കോടതിക്ക് ഇവിടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഹൈക്കോടതിക്ക് എങ്ങനെയാണ് എന്താ പറയുന്നത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലും തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് വിശാലമായിട്ടുള്ള റിട്ട് അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. എന്നാൽ എന്താണ്? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സംരക്ഷകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സുപ്രീം കോടതിയാണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്ന കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. പക്ഷെ വിശാലമായ റിട്ട് അധികാരമുള്ള കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. വിശാലമായിട്ടുള്ള റിട്ട് അധികാരമുള്ള കോടതി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയില് നമുക്ക് എന്തിന്? ഈ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്കും മറ്റു കേസുകൾക്കും സമീപിക്കാം ഹൈക്കോടതിയെ. പക്ഷെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ സുപ്രീം കോടതിയെ നമുക്ക് നേരിട്ട് സമീപിക്കാനായിട്ട് സാധിക്കൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
അപ്പൊ ആർക്കൊക്കെയാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്? ഒന്ന്, സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാം. അടുത്തത് എന്ത് പുറപ്പെടുവിക്കാം? ആർക്ക് പുറപ്പെടുവിക്കാം? ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഇനി മൗലികാവകാശങ്ങള് നമുക്ക് കുറേയധികം മൗലികാവകാശങ്ങൾ തരുന്നുണ്ട്. ആ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന ഏതെങ്കിലും നിയമങ്ങള് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കും. നമ്മുടെ രാജ്യത്ത് ഉണ്ടായാൽ അത് അസാധുവാക്കാനുള്ള അവകാശം ഈ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉണ്ട്, അതായത് കോടതികൾക്കുണ്ട് എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജുഡീഷ്യൽ റിവ്യൂ എന്ന് വിളിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ പ്രധാനമാണ്. റിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അതും കൂടെ പഠിക്കണം. അതിനെ നമ്മൾ വിളിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ്. അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ എന്ത് പറയാം? അതിനെ നീതിന്യായ പുനഃപരിശോധന. നീതിന്യായ പുനഃപരിശോധന അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ക്ലിയർ ആയോ? അതായത് നമ്മുടെ രാജ്യത്ത് മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് കൊണ്ടുവന്നാൽ അത് അസാധുവാക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 13ലാണ്. അതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പരിശോധന എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് എന്ന് പറയും? എവിടെ നിന്നാണ്? അമേരിക്ക. എന്നാൽ റിട്ടുകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്നാ പറയുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അപ്പോ സുപ്രീം കോടതിക്ക് അത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയൂ. പക്ഷെ ഹൈക്കോടതിക്ക് മൗലികാവകാശങ്ങളുടെ കാര്യങ്ങളിൽ മാത്രമല്ല മറ്റു കാര്യങ്ങൾ, എക്സാമ്പിൾ നമ്മൾ തൊഴിൽ തർക്കങ്ങൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയേക്കാൾ ഹൈക്കോടതിക്ക് റിട്ടുകളുടെ കാര്യത്തിൽ എന്താണ് അധികാരപരിധി കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് എന്താണെന്നാ പറയുന്നത്? അല്ല, സുപ്രീം കോടതിക്ക് എന്ത് പറയാം നമുക്ക്? പരിമിതമാണ് ട്ടോ. എന്താണ്? അധികാര പരിധി പരിമിതമാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശാലമായിട്ടുള്ള റിട്ട് അധികാരം ആർക്കാന്ന് പറഞ്ഞത്? ഹൈക്കോടതിക്കാന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? റിട്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടന എത്ര റിട്ട് ഉറപ്പുന്ന മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് എത്ര റിട്ടുകൾ നമുക്ക് ഉണ്ട്, ഓരോന്നും എന്താണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി, കോവാറന്റോ, ഇങ്ങനെ ഓരോ റിട്ടുകളെ കുറിച്ചും നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ ഒന്നും കൂടി റിട്ടുകളെ കുറിച്ച് ഞാനൊരു ഇപ്പൊ പറഞ്ഞത് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. മൗലികാവകാശങ്ങളുടെ ലംഘനം നടന്നാൽ ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഉത്തരവുകളെ നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നു. റിട്ടുകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. 6 മൗലിക അവകാശങ്ങൾ നമുക്ക് സ്ഥാപിച്ച് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ആരെ സമീപിക്കുന്നത്? സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ സമീപിക്കുന്നത്. സുപ്രീം കോടതിയെ, അതായത് മൗലികാവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടാത്ത സന്ദർഭങ്ങളിൽ സുപ്രീം കോടതിയെ നമുക്ക് നേരിട്ട് സമീപിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 32ലാണ്. എന്നാൽ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 226ലാണ്. ഇനി സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ റിട്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് എന്താണ്? അധികാരത്തിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, പരിമിതിയുണ്ട്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ എന്തിനു മാത്രമാണ്? മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഹൈക്കോടതിയിൽ മൗലികാവകാശങ്ങളുടെ കാര്യമില്ല, മറ്റു കാര്യങ്ങൾക്കും കൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വിശാലമായ റിട്ട് അധികാരം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ മക്കളെ. എന്നാൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇനി നമ്മുടെ രാജ്യത്ത് എന്താണ്? മൗലിക അവകാശങ്ങളുണ്ട്. അങ്ങനെ ആ മൗലിക അവകാശങ്ങളെ നമുക്ക് സ്ഥാപിച്ച് കിട്ടാത്ത രീതിയിലുള്ള നിയമങ്ങൾ രാജ്യത്ത് പുതിയതായിട്ട് കൊണ്ടുവന്നാൽ എന്താണ്? നമുക്ക് കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായാൽ അത് അസാധുവാക്കാനുള്ള അധികാരം കൃത്യമായിട്ട് കോടതികൾക്കുണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13ലാണ്. അതിനെ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നു. ആ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നതിന്റെ മലയാളം നീതിന്യായ
പരിശോധന എന്നാണ്. അത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. റിട്ട് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി നമുക്ക് റിട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് റിട്ടുകൾ എന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. ഫസ്റ്റ് റിട്ടിന്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. ഫസ്റ്റ് റിട്ട് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? ഹേബിയസ് കോർപ്പസ് നമ്മളിപ്പോ ഹേബിയസ് കോർപ്പസ് പഠിക്കും, മാൻഡമസ് പഠിക്കും, പ്രൊഹിബിഷൻ പഠിക്കും, സെർഷ്യോററി പഠിക്കും, കോവാറന്റോ പഠിക്കും. ഇതൊക്കെ റിട്ടുകളാണ്. ഈ റിട്ടുകളൊക്കെ തന്നെ ഏത് പദത്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡുകളാണ്. എല്ലാ റിട്ടുകളും ഏത് വേർഡുകളിൽ നിന്നാണ്? ലാറ്റിൻ വേർഡ് എന്നാണ്. അപ്പോ അതിൽ ആദ്യത്തെ വേർഡാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ്. അപ്പൊ ശരീരം ഹാജരാക്കുക എന്നർത്ഥമുള്ള എന്താണെന്ന് പറയുന്നത് റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടും ഏതന്നെയാണ്? ഹേബിയസ് കോർപ്പസ് തന്നെയാണ്. അപ്പൊ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് പഠിക്കൂ. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ലാറ്റിൻ വേർഡ് ആണ്. ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാന്ന് പറയണത്? അതായത് നിയമത്തിന് എതിരായി അല്ലെങ്കിൽ നീതിക്ക് എതിരായി ഒരാളെ എന്ത് വെച്ചേക്കാണ്? അതായത് തടവിൽ വെച്ചേക്കാണെങ്കിൽ, നിയമത്തിനോ നീതിക്കോ എതിരായി ഒരാളെ തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അടുത്തത് കാരണം ഒന്നുമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ എപ്പോഴാണോ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അയാളെ എവിടെ ഹാജരാക്കണം എന്ന് പറയേണ്ടായിണ്ട്? കോടതിയിൽ ഹാജരാക്കണം എന്ന് പറയേണ്ടായിണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളൊക്കെ ഇല്ല, അതായത് അതൊന്നും നടന്നിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ അയാളെ വിട്ടുകിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ കാരണമില്ലാതെ ഒരു അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ അയാളെ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ അടുത്തത് എന്താ പറയുന്നത്? കരുതൽ തടങ്കൽ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കരുതൽ തടങ്കലിന്റെ സമയം നമ്മൾ പറയേണ്ടായി. എത്രയാണ്? 3 മാസം. 3 മാസം കരുതൽ തടങ്കൽ വെച്ചു. എന്നിട്ടും അയാളെ വിട്ടുകിട്ടിയില്ലെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അപ്പൊ നിയമത്തിനും നീതിക്കും എതിരായി ഒരാളെ തടങ്കലിൽ വെച്ചാൽ, കാരണമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ, അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ, കരുതൽ തടങ്കൽ പ്രകാരം ഒരാളെ 3 മാസമായിട്ട് തടങ്കൽ വെച്ചിട്ട് പിന്നെയും വിട്ടുകിട്ടിയിട്ടില്ലെങ്കിൽ ഒക്കെ നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോ ഹേബിയസ് കോർപ്പസ് ആർക്ക് എന്താ പറയുന്നത്? എപ്പോഴൊക്കെ ഫയൽ ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇനി ഈ ഹേബിയസ് കോർപ്പസ് ആരാണ് ഫയൽ ചെയ്യുക? അതായത് വ്യക്തികൾക്ക് ഫയൽ ചെയ്യാം. ആരാണോ ഈ എന്താ പറയുന്നത് ദുരിതം അനുഭവിക്കുന്നത് അവർക്ക് ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ ആ വ്യക്തികളുടെ അടുത്ത ബന്ധുക്കൾക്ക് ഫയൽ ചെയ്യാം. വ്യക്തികൾക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും എന്ത് ഫയൽ ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ നമുക്ക് ആർക്കാണ്? പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ ഗവൺമെന്റിനെതിരെ മാത്രമാണോ പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റുമോ? അത് നല്ലൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതായത് പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഏക റിട്ട് എന്ന് പറയുന്നത് ഏതാണെന്നാ പറയുന്നത്? ഹേബിയസ് കോർപ്പസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പൊതു വ്യക്തികൾക്കെതിരെയും നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ വയസ്സായ അച്ഛനെയും അമ്മയും ആവശ്യമില്ലാണ്ട് മക്കൾ കസ്റ്റഡിയിൽ വെച്ചേക്കാന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയാ, മാതാപിതാക്കള് കുട്ടികളെ കസ്റ്റഡിയിൽ വെക്കണ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഇപ്പോ മാതാപിതാക്കള് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ചിലപ്പോൾ കസ്റ്റഡിയിൽ വെക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ എന്താ
ഇതിന്റെ ഓപ്പോസിറ്റും ഉണ്ടാവും, കുട്ടികള് പ്രായമായ മാതാപിതാക്കളെ കസ്റ്റഡിയിൽ വെക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തട്ടിക്കൊണ്ടുപോകലൊക്കെ ഇല്ലേ, തട്ടിക്കൊണ്ടുപോവുക, ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടുപോവുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇതൊക്കെ പ്രൈവറ്റ് കാറ്റഗറിയിലുള്ളതല്ലേ. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് എന്താ പറയുന്നത്, ഫയൽ ചെയ്യാവുന്ന ഏക റിട്ട് ഏതാണെന്നാ പറയുന്നത്, ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹേബിയസ് കോർപ്പസ് മനസ്സിലായല്ലോ. ഹേബിയസ് കോർപ്പസ് ആയാലും മാൻഡമസ് ആയാലും പ്രൊഹിബിഷൻ ആയാലും സെർഷ്യോറി ആയാലും കോവാറന്റോ ആയാലും ഇതൊക്കെ തന്നെ ഏത് വേർഡ് ആണ്, എവിടെ നിന്നുണ്ടായിട്ട് ലാറ്റിൻ വേർഡ് ആണെന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ കേട്ടോ. ഇനി ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. ഇതിനെ നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പൊ എപ്പോഴൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് നമ്മൾ ഫയൽ ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ, നിയമത്തിന് അല്ലെങ്കിൽ നീതിക്കെതിരായിട്ട് ഒരാളെ തടവിൽ വെച്ചിരിക്കുകയാണ്, കാരണം കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്തേക്കാണ്, ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ, കരുതൽ തടങ്കൽ 3 മാസത്തിനേക്കാൾ കൂടുതലായി എങ്കിൽ, ഇനി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. ഇത് ആർക്കാ ഫയൽ ചെയ്യാൻ പറ്റുക, ആരാണോ ഇത് അനുഭവിക്കുന്നത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾക്കോ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാമെന്നാ പറയുന്നത്. ഇനി ഹേബിയസ് കോർപ്പസ് ആർക്കെതിരെയൊക്കെ പ്രയോഗിക്കാം, അതായത് ആർക്കെതിരെയൊക്കെ പ്രയോഗിക്കാം, പൊതു അധികാരികൾക്കെതിരെയും. പൊതു അധികാരികൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെതിരെയും, പൊതു അധികാരികൾക്കെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയും, പിന്നെ ആർക്കാണ്, പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പ്രവർത്തിക്കാം. അപ്പൊ പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ കൊടുക്കാൻ പറ്റുന്ന ഏക റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നാ പറയുന്നത് നമ്മള്, ഹേബിയസ് കോർപ്പസ് ആണ്. എക്സാമ്പിൾ പറഞ്ഞു, ഒരാളെ തട്ടിക്കൊണ്ടുപോയ ആളെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, മാതാപിതാക്കളെയൊക്കെ പൂട്ടിയിട്ടേക്കാണ്, കെട്ടിയിട്ടേക്കാണ്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മുറിയിൽ അടച്ചിട്ടേക്കാണ്, അങ്ങനെ മക്കൾ ചെയ്തേക്കാണ്, അല്ലെങ്കിൽ മക്കളെ മാതാപിതാക്കൾ ചെയ്തേക്കാണ്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന റിട്ടാണ് ഏത്, ഹേബിയസ് കോർപ്പസ്. ക്ലിയർ ആയില്ലേ? അടുത്ത റിട്ടിന്റെ പേര് മാൻഡമസ് എന്നാണ്. അടുത്ത റിട്ട് എന്താണ്, ഹേബിയസ് കോർപ്പസ് കഴിഞ്ഞ മാൻഡമസ് എന്നാണ് റിട്ട്. ഈ മാൻഡമസ് റിട്ടും രണ്ടാമത്തെ റിട്ട് അല്ലെ, മാൻഡമസ് റിട്ടും ഏത് വേർഡ് തന്നെയാണ്, ലാറ്റിൻ വേർഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞു എല്ലാ റിട്ടുകളും ഏത് വേർഡുകളാണ്, ലാറ്റിൻ വേർഡുകളാണ്. നാം, എന്താണ് നാം അല്ലെങ്കിൽ ഞങ്ങൾ, നാം അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നുള്ളതാണ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം നാം അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോ ഒരു വ്യക്തി ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തിയാണ്, ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തിയാണ് കേട്ടോ, അതായത് ഏതെങ്കിലും നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നമ്മൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോവാണ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ആ വ്യക്തിയുടെ അടുത്തേക്ക് പോവാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ടും അദ്ദേഹം നിയമപരമായ ഡ്യൂട്ടി ചെയ്യാതെ വരുമ്പോൾ എന്തുണ്ടാവാണ്, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശം അവിടെ സംരക്ഷിക്കപ്പെടാതെ വരുന്നു. ആ സന്ദർഭങ്ങളിൽ ഞാൻ അപേക്ഷ കൊടുക്കുകയും അങ്ങനെ കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുകയും ചെയ്യുന്ന റിട്ടാണ് മാൻഡമസ്. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഒരു വില്ലേജ് ഓഫീസറാണ്, ഞാനൊരു വില്ലേജ് ഓഫീസിലേക്കാ പോയത്. വില്ലേജ് ഓഫീസിലേക്ക് പോയി എനിക്ക് എന്ത് കിട്ടണം, വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പൊ പറഞ്ഞു, എന്നാ അക്ഷയെ പൊക്കോളൂ, അക്ഷയെ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കൂ. അക്ഷയെ പോയി ഞാൻ അക്ഷയയിൽ പോയിട്ട് അപേക്ഷയ്ക്ക് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, അപേക്ഷ അവിടെ എത്തിയിട്ടുണ്ട്, എത്ര സമയത്തിനുള്ളിൽ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടും, അപ്പൊ നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് ഒക്കെ വരും, നമുക്ക് ഇവിടെ വന്നാൽ പ്രിന്റ് എടുക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരി, അപ്പോ അവര് പറഞ്ഞ സമയം കഴിഞ്ഞു, അതിന്റെ ഇരട്ടി സമയം കഴിഞ്ഞു, പിന്നെ സമയം കഴിഞ്ഞു, എന്നിട്ടും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് ഇട്ട് കളിപ്പിക്കണ പോലെ കളിപ്പിക്കുകയാണ്, ഇയാൾ തരുന്നില്ല. അത്തരം സന്ദർഭങ്ങളിലാണ്, അതാണ് നമ്മൾ പറയുന്നത്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി എന്താണ് നിർവഹിക്കാതിരിക്കുക, അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കാതിരിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയാണ്. ആ സമയത്ത് പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത്. ഈ മാൻഡമസ് റിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് പൊതുവായിട്ടുള്ള എന്താ പറയാ, സ്റ്റേറ്റിനെതിരെ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ ഒന്നും പറ്റില്ല, സ്വകാര്യ വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിനെതിരെ ഒന്നും പറ്റില്ല. പൊതുസ്ഥാപനങ്ങള്, അതായിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗവൺമെന്റ്
ഗവൺമെന്റ് സ്ഥാപനങ്ങള്, കോർപ്പറേഷനുകള്, അതുപോലെ തന്നെ കീഴ്ക്കോടതികള്, ട്രിബ്യൂണലുകള്, അവക്കെതിരെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് റിട്ട് ആണ് കേട്ടോ. അപ്പൊ ആർക്കെതിരെ പറ്റില്ല എന്ന് ഓർത്താൽ മതി? പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ പറ്റില്ല എന്ന് ഓർത്താൽ മതി. ഇത്രയും ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അതായത് മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു, നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഈ വില്ലേജ് ഓഫീസറെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അതായത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കണില്ല. അപ്പോ അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട്. ഇനി ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെയോ, അതായത് ഇന്ത്യയുടെ പ്രസിഡന്റിനെതിരെയോ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കെതിരെയോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിളിന്റെ നമ്പർ എത്രയാണ്? 361. അപ്പോ ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയോ അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർമാർക്കെതിരെയോ എന്ത് പുറപ്പെടുവിക്കാൻ പറ്റില്ല? മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 361 കൂടി ഓർത്തു വയ്ക്കുക. ഇത്രയും കഴിയുമ്പോ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ റിട്ടിന്റെ പേരാണ് കോ വാറന്റോ. റിട്ടിന്റെ പേരെന്താണ്? കോ വാറന്റോ. ഇതും ഏത് വേർഡാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതും ഒരു ലാറ്റിൻ വേർഡാണ്. എല്ലാം ലാറ്റിൻ വേർഡുകളാണ്. കോ വാറന്റോ എന്ന് പറഞ്ഞ ബൈ വാട്ട് അതോറിറ്റി. എന്താ അതിന്റെ അർത്ഥം? എന്ത് അധികാരം? നിനക്ക് എന്ത് അധികാരമുള്ളത് എന്നാണ് ചോദിക്കണേ ഇവിടെ. ബൈ വാട്ട് അതോറിറ്റി അഥവാ എന്ത് അധികാരം എന്നാണ് കോ വാറന്റോ എന്ന് പറയുന്ന റിട്ടിന്റെ മീനിങ്. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യലായിട്ട് ഏതെങ്കിലും പദവിയിൽ ഇരിക്കുന്ന വ്യക്തി, ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് ഇരിക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഒരു ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസറാണ്. അപ്പൊ പ്രൊഫസറാണ്, അവര് എന്താണ് പറയേണ്ടത്? നമ്മൾ PG വേണം, നെറ്റ് വേണം, അല്ലെ? അങ്ങനെയുള്ള യോഗ്യതകളൊക്കെ ഉണ്ടാവണം. ഗവൺമെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ മാത്രമാണ് അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവര് നെറ്റിന്റെയും PGയുടെയും ഒക്കെ എന്ത് ചെയ്തേക്കാണ്? കള്ള സർട്ടിഫിക്കറ്റ് നേടിയിട്ടാണ് ഏത് പോസ്റ്റിൽ ഇരിക്കണേ? ഈ പോസ്റ്റിൽ ഇരിക്കണേ നിൽക്കുക. അപ്പൊ അയാൾക്ക് ആ പോസ്റ്റിൽ ഇരിക്കാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്, കോടതി അവരോട് ചോദിക്കുന്നത് ബൈ വാട്ട് അതോറിറ്റി, നിനക്ക് എന്ത് അധികാരമുള്ളേ, നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളേ ഈ പോസ്റ്റിൽ ഇരിക്കാൻ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണെന്ന് തെളിഞ്ഞാല് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഈ കോ വാറന്റോ എന്ന് പറയുന്നു. എന്നിട്ട് അവരെ ആ ഔദ്യോഗിക പദവിയിൽ നിന്ന് പുറത്താക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? കോടതിക്കുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒന്നുകിൽ അയാള് എന്താ പറയുന്നത്, ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരു സ്ഥാനത്ത് അയാൾ ഇരിക്കുന്നു. യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. അല്ലെങ്കിൽ അയാളെ യോഗ്യത ഉണ്ട്, പക്ഷെ അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അയാൾ ഇരുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് അയാൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ പുറപ്പെടുവിക്കുന്ന റിട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോ വാറന്റോ. അപ്പൊ ഒരാള് ഒരു ഔദ്യോഗിക പദവിയിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിൽ ഇരിക്കാൻ അയാൾക്ക് യോഗ്യത ഇല്ലാത്ത സന്ദർഭങ്ങളിലോ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെ വിളിക്കുന്ന പേരാണ് കോ വാറന്റോ റിട്ട്. ക്ലിയർ ആയില്ലേ? അടുത്ത റിട്ടിന്റെ പേരാണ് സെർഷ്യോററി. അടുത്ത റിട്ടാണ് സെർഷ്യോററി. എന്താണ്? സെർഷ്യോററി എന്നാണ് ആ റിട്ടിന്റെ പേര്. പക്ഷെ സെർഷ്യോററി റിട്ടും ഏത് വേർഡാണെന്ന് നമ്മൾ മനസ്സിലായി? ലാറ്റിൻ വേർഡാണ്. അതായത് സെർഷ്യോററി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ടു ബി സർട്ടിഫൈഡ് എന്നാണ്. ടു ബി സർട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാക്ഷ്യപ്പെടുത്തുക എന്നല്ലേ? സാക്ഷ്യപ്പെടുത്തുക. അപ്പൊ ടു ബി സർട്ടിഫൈഡ് എന്നാണ് സെർഷ്യൂററി എന്ന ലാറ്റിൻ വേർഡിന്റെ, റിട്ട് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ എന്താ വെച്ചാ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നു. അപ്പൊ കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാരാരാണ്? കോടതിയും തമ്മിലാണ് പ്രശ്നം, അല്ലെ? രണ്ട് കോടതികൾ തമ്മിലാണ് പ്രശ്നം. ഇവിടെ എന്താണ്? കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുക എന്നാ പറയണത്. എന്താണ് അർത്ഥം? ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഞാനും
എന്റെ എന്താ പറയുന്നത് അയൽവക്കത്തുള്ള ഒരു ആളുമായിട്ട് തർക്കം നടക്കുന്നു. തർക്കം നടന്നു, അയാള് എന്നെ കുത്തി. അയാൾ എന്നെ കുത്തി, എന്റെ വയറ്റിലാണ് കുത്തിയത്, എന്റെ കുടലും വാലയൊക്കെ പുറത്തു വന്നു, എനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരെ സമീപിച്ചു? ഞാൻ കോടതിയെ സമീപിച്ചു ട്ടാ. കോടതിയെ സമീപിച്ച് കോടതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ് കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വക്കീലന്മാര് വാദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ജയിലിലായി. മനസ്സിലായോ? കുത്തും കൊണ്ട് ഈ വേദന മുഴുവൻ തിന്ന് ആശുപത്രിയിൽ കിടന്ന് കാശും പോയി എല്ലാ എന്താണ് എന്താ പറയാ ഇതൊക്കെ ആയിട്ടുള്ള എന്താ പറയുന്നത്, സോറി, ഞാൻ തോറ്റു. ആര് ജയിച്ചു? എന്റെ ഓപ്പോസിറ്റ് ഉള്ള ആള് ജയിച്ചു. അപ്പൊ ഇവിടെ എന്താ നടന്നത്? ഇവിടെ എന്താ നടന്നത്? കൃത്രിമല്ലേ നടന്നത്? അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ഒന്നുകിൽ നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ നിയമം വളച്ചൊടിച്ചു എന്നതിനെ പറയാം അല്ലെ. അവരെ നിയമം വളച്ചൊടിച്ചു. അല്ലെങ്കിൽ ആ ജഡ്ജിയുടെ ആരെങ്കിലും ആയിരിക്കും എന്താണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എന്റെ എതിരാളി അല്ലെ. അപ്പൊ ജഡ്ജി എന്ത് ചെയ്തു? ജഡ്ജിയുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ജഡ്ജി എന്തു ചെയ്തു? കേസിന് വിധി കൊടുത്തു. അത്തരം സന്ദർഭങ്ങളിൽ അപ്പൊ ഇവിടെ എന്തു വന്നു? വിധി വന്നു. വിധി എന്താണ്? അന്യായ വിധിയാണ്. അപ്പൊ ഈ അന്യായ വിധിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം. അതിനെയാണ് അപ്പൊ ഇവിടെ എന്താ വിധി എന്താണ്? അന്യായ വിധിയാണ്, നമുക്ക് അപ്പീൽ കൊടുക്കാം. ഈ അന്യായ വിധിയെ ഇവിടെ മേൽക്കോടതിക്ക് അസാധുവാക്കാം. കണ്ട? അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വിധി വന്നതിന് ശേഷമാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? മേൽക്കോടതിയിലേക്ക് പോകുന്നത്. അതാണ് നമ്മൾ അപ്പീൽ. അപ്പൊ അപ്പീൽ കൊടുക്കാവുന്ന റിട്ടാണ് സെർഷ്യോററി. ഇനി അപ്പീൽ വന്ന് ആ വിധിയെ അസാധുവാക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? കോടതിക്കുണ്ട്. അപ്പൊ കോടതികളും തമ്മിലുള്ളതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. എപ്പോഴാണ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് ആ മേൽക്കോടതി അത് മാറ്റണേ? താഴെയുള്ള കോടതി നിയമം വളച്ചൊടിക്കുകയോ അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് എന്താ പറയാ ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു വിധി കൊണ്ടുവരികയാണ്, അന്യായ വിധി കൊണ്ടുവന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ അപ്പീൽ പോവാൻ പറ്റും. ആ വിധിയെ അസാധുവാക്കാനൊക്കെ സാധിക്കും. അത്തരം എന്താ പറയുന്നത് റിട്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് പറയുന്നത്? സെർഷ്യോററി. അപ്പൊ മുകളിലേക്ക് അന്യായമായ വിധി വന്നാൽ മുകളിലേക്ക് നമുക്ക് അപ്പീൽ കൊടുക്കാം, വിധിയെ അസാധുവാക്കാം. അപ്പൊ അപ്പീലും അസാധുവും ഒക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? സെർഷ്യോററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, അടുത്ത ഏറ്റവും അവസാനത്തെ റിട്ടിന്റെ പേരാണ് പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു ഫോർബിഡ്. ഫോർബിഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തടയുക എന്നാണ് അർത്ഥം. അപ്പൊ പ്രൊഹിബിഷൻ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? തടയുക എന്നതാണ്. അപ്പോ എന്താ ഉദ്ദേശിക്കണേ വെച്ചാൽ ഞാനൊരു കേസ് കൊടുത്തുട്ടോ ഒരു കോടതിയിൽ. കേസ് കൊടുത്ത് കേസ് പകുതിയായപ്പോ എനിക്ക് തോന്നി ഈ നിലയ്ക്ക് പോവാൻ വെച്ചാൽ എനിക്ക് ഈ കോടതിയിൽ നിന്ന് എന്ത് കിട്ടാൻ സാധ്യതയില്ല? ന്യായമായിട്ടുള്ള ഒരു വിധി വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീതി കിട്ടില്ല എന്ന് എനിക്ക് തോന്നി ഉയർന്ന കോടതിയിൽ പോയി. ഉയർന്ന കോടതിയിലേക്ക് നമ്മൾ പോവാണ്. പോയിട്ട് ആ കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഉയർന്ന കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കേസ് നിർത്തിവെച്ച് ആ കേസ് എന്താണ്? കേസ് നിർത്തിവെച്ചിട്ട് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്നതിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കേസിന്റെ വിധി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. വിധി വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പറയില്ലേ, അതായത് കുട്ടികൾ മഴ പെയ്യുമ്പോ എന്താണ് മുറ്റത്തേക്ക് ഇറങ്ങരുത്, മഴ പെയ്ത് ഇറങ്ങരുത്. എന്താണ് മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ കൊണ്ടാൽ നമുക്ക് കോൾഡ് വരും, പനി വരും. അപ്പൊ അതവിടെ എന്താ ഉദ്ദേശിക്കണേ നമ്മള്? അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? അതായത് പനി വന്നിട്ട് ചികിത്സിക്കണതാണോ നല്ലത്, പനി വരാണ്ട് നോക്കണതാണോ നല്ലത്? അത് തന്നെ. അപ്പൊ ഇവിടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴിയെ അടിസ്ഥാനമായി വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താ ചെയ്തേ? നമ്മള് എന്താണ്, നമുക്കൊരു വിധി, നല്ല വിധി, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിധി, ഞാൻ എന്താ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കക്ഷിയാണ്, എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വിധി കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോ നമ്മൾ കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് ആ കേസ് മാറ്റാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മേൽക്കോടതിയിലേക്ക് പറഞ്ഞങ്ങനെ വെറുതെ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല. കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ വേണം. അതായത് അവർ ആ കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കും, തെളിവുകളൊക്കെ നോക്കും. എല്ലാം നോക്കിയിട്ട് നമ്മുടെ ഭാഗം ന്യായമാണെന്ന് തോന്നുന്ന പക്ഷം
കേസ് നിങ്ങൾ ഇവിടെ നിർത്തിക്കൊള്ളാൻ പറയും കീഴ്ക്കോടതിയോട്, എന്നിട്ട് മേൽക്കോടതിയിലേക്ക് മാറ്റും. അങ്ങനെ അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടില്ല, വിധി വന്നിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ഈ റിട്ടനെയാണ്, ഈ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം തടയുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പഴമൊഴിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിട്ടാണ് ഏതെന്ന് പറയുന്നത്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയാണ് റിട്ടുകൾ എന്ന് പറയുന്ന പദത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഈ റിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 13 നേരത്തെ പറഞ്ഞില്ലേ, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറഞ്ഞു. മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായാൽ അത് അസാധുവാക്കാനുള്ള അധികാരമുണ്ട് എന്ന് കോടതികൾക്കാണ് ഉള്ളത് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 13 പറയുന്നു. അതാണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനഃപരിശോധന. അത് അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഈ റിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം, പൊതു താല്പര്യ ഹർജി എന്നാണ്. അത് എന്താണ് പൊതു താല്പര്യ ഹർജി? പൊതു താല്പര്യ ഹർജി എന്താണ്? എന്താ പൊതു താല്പര്യ ഹർജി? അതായത് എന്റെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, പൊതുവായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഒരു വ്യക്തി എന്ത് കൊടുക്കാണ്, നമ്മള് ഹർജി കൊടുക്കാണ്. അപ്പൊ ആ വ്യക്തിക്കല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പൊതു താല്പര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത്തരം ഒരു സംഭവം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജസ്റ്റിസിന്റെ പേര് PN ഭഗവതി എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം. കാരണം പൊതു താല്പര്യ ഹർജികൾക്ക് ഇന്ത്യയിൽ പ്രാധാന്യം നൽകിയ, പൊതു താല്പര്യ ഹർജിക്ക് ഇന്ത്യയിൽ പ്രാധാന്യം നൽകിയ ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് PN ഭഗവതി എന്നാണ്. എന്താണ്? PN ഭഗവതി. ഇത്രയും കാര്യം ഭംഗിയായിട്ട് പഠിച്ചാൽ നമുക്ക് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും അതിന് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും, മുഴുവൻ മാർക്കും കിട്ടും എന്നുള്ളത് ആര് ഗ്യാരണ്ടിയാണ്? ഞാൻ ഗ്യാരണ്ടിയാണ്. എന്റെ പേരാ ഞാനിവിടെ എഴുതി, ദിവ്യ. ഞാൻ ഗ്യാരണ്ടിയാണ്. അതായത് ക്ലിയർ ആയിട്ട് നമ്മൾ ഈ നോട്ട് നമ്മളിത് പഠിക്കുമ്പോൾ അത് നോക്കി കേട്ടിരിക്കുക. അത് കഴിഞ്ഞ ശേഷം പോയിന്റുകൾ എഴുതി വെക്കുക. ഭംഗിയായിട്ട് ഒരു പ്രാവശ്യം കേൾക്കുക, 2-3 പ്രാവശ്യമൊക്കെ വായിക്കുക. പിന്നെ 2-3 ദിവസം അടുപ്പിച്ചത് വായിച്ചുകൊണ്ടിരുന്ന ഈ ഭാഗം നമുക്ക് ക്ലിയർ ആവും. അത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യങ്ങൾ വരുമ്പോൾ 10 മാർക്കൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന് വരുന്ന പരീക്ഷകൾ ഉണ്ട്, നമുക്കറിയാം. റിട്ടുകളില്ലാത്ത പരീക്ഷകൾ ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് റിട്ടുകൾ. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.